ബീഹാറിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ബീഹാറിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് അവിടെ നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായാൽ മതി എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബീഹാറിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? നിതീഷ് കുമാർ എന്ന് പറയുന്ന നിലവിലത്തെ ബീഹാറിലെ വലിയ നേതാവിന് BJPയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. നിതീഷ് കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും, BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ നിതീഷ് കുമാറിന് രണ്ടാമത് പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ഡമ്മി മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഒരു ഡമ്മി നേതാവായി നിതീഷ് കുമാർ NDAയിൽ മാറുന്നു എന്നുള്ള സംസാരമാണ് അവിടെ ഉയർന്നു വരുന്നത്. ഇതിന് ഏറ്റവും അധികം ഒരു തെളിവ് എന്ന് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിതീഷിൻ്റെ മന്ത്രിസഭാ വികസനം ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭാ വികസനത്തിൽ 7 പുതിയ മന്ത്രിമാരാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ 7 മന്ത്രിമാരും BJPയിൽ നിന്നുള്ള 7 മന്ത്രിമാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിതീഷ് കുമാർ പ്രഭാവം അവിടെ മങ്ങുന്നു, നിതീഷ് കുമാർ നിഷ്പ്രഭനാകുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ നിതീഷ് കുമാർ അവിടെ എത്ര നിഷ്പ്രഭനായാലും JDU ഇനി NDAയിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടിയാണ് നിതീഷ് കുമാർ നൽകുന്നത്. NDA അടുത്ത തവണ ഒറ്റയ്ക്ക് ഭരണം പിടിച്ചാലും, കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്, അടുത്ത തവണ NDA അല്ല BJP ഒറ്റയ്ക്ക് ഭരണം പിടിച്ചാലും നിതീഷ് കുമാർ തന്നെയായിരിക്കും ചിലപ്പോൾ അവിടെ മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചതിലെ അന്തരാർത്ഥം എന്ന് പറയുന്നത്. ഇതിൽ രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിതീഷ് കുമാറിൻ്റെ പിന്തുണ നരേന്ദ്രമോദിക്ക് വേണം. നിതീഷ് കുമാർ നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുത്തില്ലെങ്കിലും നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കും എന്ന് പറയാനുള്ള കാരണം BJPക്ക് ഒരു ചീത്തപ്പേരുണ്ട്. സകല സംസ്ഥാനങ്ങളിലും BJP സഖ്യകക്ഷിയായി പോകും. അവസാനം ആ സഖ്യകക്ഷിയായി പോയി അവിടെയുള്ള ഏറ്റവും വലിയ പാർട്ടിയെ തറപറ്റിച്ച് BJP അവിടെ അധികാരത്തിലേറും എന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. ഈ ചീത്തപ്പേര് നരേന്ദ്രമോദിക്ക് മാറ്റിയെടുക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിതീഷ് കുമാറിനെ അവിടെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് ഒരു വലിയ സംഭവമൊന്നുമല്ല നരേന്ദ്രമോദിയെയും BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം നിതീഷ് കുമാറിൻ്റെ അവസാനത്തെ ഇലക്ഷനാണ് ഇത് എന്നുള്ളതാണ്. നിതീഷ് കുമാറിൻ്റെ അനാരോഗ്യം ഒരു വലിയ പ്രശ്നമാണ്. ഈ അനാരോഗ്യമുള്ള നിതീഷ് കുമാർ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വിരമിക്കും എന്നാണ് പല രാഷ്ട്രീയ പാർട്ടികളും കണക്ക് കൂട്ടുന്നത്. പോരാത്തതിന് നിതീഷ് കുമാറിന് പറയത്തക്ക പിൻഗാമികൾ മമതാ ബാനർജിക്കാണെങ്കിൽ ഇപ്പോൾ മമതാ ബാനർജിയുടെ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിയുണ്ട്. അതുപോലെ നിതീഷ് കുമാറിന് പറയത്തക്ക രീതിയിലുള്ള പിൻഗാമികൾ ആരുമില്ല. മകനെ പോലും ഈ ഇടയ്ക്ക് മാത്രമാണ് രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇറക്കുന്നത്. ആ മകനെ ഇനി വളർത്തിക്കൊണ്ടുവരാൻ BJP ഒരു ഓഫർ വയ്ക്കുക എന്നുള്ളത് നിതീഷ് കുമാറിൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമായി ഇപ്പോഴുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം ചിരാഗ് പാസ്വാൻ, രാംവിലാസ് പാസ്വാൻ്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാനൊക്കെ BJP ഇപ്പോൾ വലിയ പ്രൊമോഷൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരികയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രിസഭ വികസിച്ചപ്പോൾ ബീഹാർ സർക്കാരിലെ 7 പുതിയ മന്ത്രിമാർ ഗവർണറുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പുതിയ മന്ത്രിമാരെല്ലാം BJPക്കാരാണ് എന്നുള്ളതാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി, വിജയ് കുമാർ സിൻഹ എന്നിവർക്കൊപ്പം മുതിർന്ന നേതാക്കളും ഇതിൽ പങ്കെടുത്തു. BJP MLA വിജയ് കുമാർ മണ്ഡൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2015-ലും 2020-ലും BJP ടിക്കറ്റിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ മന്ത്രിസഭാ വികസനം സംബന്ധിച്ച ചിത്രം ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. മന്ത്രിസഭാ വികസനത്തിന് മുമ്പ് തന്നെ ദിലീപ് ജയ്സ്വാൾ മന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ ആവശ്യം BJP അംഗീകരിച്ചതോടുകൂടിയാണ് 2025-ലെ ബജറ്റിൽ അദ്ദേഹം ബീഹാറിന് വാരിക്കോരി BJP ബജറ്റിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് കൊണ്ട് BJP നിതീഷിനെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് കാണുന്നത് എന്നുള്ള നെറേറ്റീവുകൾ വന്നിരുന്നു. അതുകൊണ്ട് വലിയ മനസ്സോടുകൂടിയാണ് നിതീഷ് കുമാർ ഈ മന്ത്രിസ്ഥാനം, അതായത് 7 BJP MLA-മാർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തത് എന്നാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ വാദമെന്ന് പറയുന്നത്. അല്ലാതെ നിതീഷ് കുമാർ നിഷ്പ്രഭനാവുന്നത് കൊണ്ടല്ല. എന്തായിരുന്നാലും പല രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയും, ഭൂരിഭാഗം രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയും ഒരു നിരീക്ഷണമെന്ന് പറയുന്നത് നിതീഷ് കുമാരൻ അവിടെ നിഷ്പ്രഭമായി കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നിതീഷിനെ BJP കൈവിടില്ല എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.